നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 51ാമത്തെ കറണ്ട് അഫെയർ ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് നിലവിലുള്ള നഗരം. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് നിലവിലുള്ള നഗരം ഏതാണ്? തിരുവനന്തപുരമാണ് അല്ലേ? തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് നിലവിലുള്ള നഗരം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്ന ജില്ല. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. കേരളത്തിൽ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്ന ജില്ല. കേരളത്തിലെ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ജില്ലകളെ കുറിച്ചുള്ള കറണ്ട് അഫെയർ പഠിച്ചു. ഏതാണ് ആദ്യം പഠിച്ചത്? ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് നിലവിൽ വരുന്ന നഗരം ഏതാണെന്ന് പഠിച്ചു. അത് ഏതാണ്? തിരുവനന്തപുരമാണ്. AI ഇന്നൊവേഷൻ സെന്റർ കേരളത്തിൽ ആദ്യമായി നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണെന്ന് പഠിച്ചു. മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം എവിടെയാണ് വരുന്നത്? അത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പഠിച്ചു. കിട്ടിയില്ലേ? നമുക്ക് അടുത്തത് നോക്കാം. 54ാമത്തെ ചോദ്യമാണ്. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്കു നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പിലാക്കുന്ന പദ്ധതി. കേരളത്തിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിലെ തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അതാണ് നെയിം. നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ്. നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്താണ്? നെയിം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അടുത്തത് 55ാമത്തെ ചോദ്യമാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്ക് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ദീപ്തി ബ്രെയിൽ. പദ്ധതിയുടെ പേരെന്താണ്? ദീപ്തി ബ്രെയിൽ. ഇത് 40% കാഴ്ച പരിമിതിയുള്ള 20 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സൗജന്യമായി ബ്രെയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ 40 വയസ്സിൽ ഏറെ കാഴ്ച പരിമിതിയുള്ള 20 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായി ബ്രെയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നോക്കാം. പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി. പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? സമയം. ആ പദ്ധതിയുടെ പേരെന്താണ്? പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ പദ്ധതിയുടെ പേരെന്താണ് കൊടുത്തിരിക്കുന്നത്? സമയം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്തത് 57ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. കേരളത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധം, അനുബന്ധ മേഖലകൾ എന്നിവയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപവൽക്കരിച്ച സംരംഭം. ചോദ്യം എന്താണ്? കേരളത്തില് ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്തൊക്കെയാണ്? ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധം, അനുബന്ധ മേഖലകൾ എന്നിവയിലുള്ള വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപവൽക്കരിച്ച സംരംഭത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കെ സ്പേസ്. എന്താണ്? കെ സ്പേസ് ആണ് കേട്ടോ. SPACE. അപ്പോൾ കെ സ്പേസ് എന്തിനു വേണ്ടിയുള്ള സംരംഭമാണ്? നമ്മുടെ കേരളത്തിലെ ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധം, അനുബന്ധ മേഖലകൾ ഈ ഒരു മേഖലയിലുള്ള വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപവൽക്കരിച്ച സംരംഭമാണ് കെ സ്പേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം നോക്കിയാലോ. 2025 നവംബർ 2 നവോത്ഥാന നായകൻ ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് ആചരിക്കുന്നത്? അപ്പോൾ 2025 നവംബർ 2 നവോത്ഥാന നായകൻ ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് ആചരിച്ചത്? 162. എത്രയാണ്? 162. അദ്ദേഹത്തിൻ്റെ ജനനം എപ്പോഴാണ്? 1863 നവംബർ 2. ഈ ഡോക്ടർ പൽപുവിൻ്റെ കൂടെ തന്നെ അതേ വർഷം ജനിച്ച വേറൊരു നവോത്ഥാന നായകൻ കൂടിയുണ്ട്. അതാരാന്നറിയോ? അതാരാണ്? അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയും ഡോക്ടർ പൽപുവും 1863 എന്ന് പറഞ്ഞ വർഷം തന്നെയാണ് ജനിച്ചത്. കേരള PSC ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കേരള ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിൽ നമ്മൾ ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക്
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 59ാമത്തെ ചോദ്യമാണ്. 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹ സമാപനത്തിൻ്റെ എത്രാമത് വാർഷികമാണ് പൂർത്തിയാകുന്നത്? ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹ സമാപനത്തിൻ്റെ എത്രാമത് വാർഷികമാണ് പൂർത്തിയാകുന്നത്? എത്രാമത് വാർഷികമാണ് പൂർത്തിയായത്? 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത് വാർഷികമാണ് പൂർത്തിയായത്. അപ്പോൾ 1924 മാർച്ച് 30 ആരംഭിച്ച സമരം 603 ദിവസം പിന്നിട്ട് 1925 നവംബർ 23 സമാപിച്ചത്. അപ്പോൾ 1925 2025 100 വർഷം പിന്നിട്ടു വൈക്കം സത്യാഗ്രഹത്തിന്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചോട്ടോ. പേജ് എന്താ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി ലാസ്റ്റ് ചോദ്യം നോക്കാം. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത നഗരസഭയെ മാറിയത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭയായി മാറിയത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം എന്ന് പറയുന്ന നഗരസഭയ്ക്കാണ്. എന്തെന്ന്? കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം നഗരസഭയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭയായി മാറിയത്. സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭയായിട്ട് മാറിയത് എവിടെയാണ്? ശ്രീകണ്ഠപുരം, കണ്ണൂര്. പിന്നെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളൊക്കെ വേഗം ഒന്ന് ഓടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് നിലവിൽ വന്ന നഗരം? ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് നിലവിൽ വന്ന നഗരം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് നഗരം? എവിടെയാണ്? ഓപ്ഷൻ സി, തിരുവനന്തപുരം എന്ന നഗരമാണ് ഇന്ത്യയിൽ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെൻറ്റർ എവിടെയാണ് നിലവിൽ വരുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു. എവിടെയാണ്? ഓപ്ഷൻ ബി, കോഴിക്കോട് അല്ലേ. എവിടെയാണ്? കോഴിക്കോടാണ് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. കേരളത്തിലെ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? എവിടെയാണ് കേരളത്തിലെ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്നത്? അത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. മടങ്ങി വന്ന പ്രവാസികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിലുറപ്പാക്കാൻ നോർക്ക വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നോർക്ക വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, നെയ്യും. എന്താണ്? ഓപ്ഷൻ സി, നെയ്യും എന്നാണ് ആ പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം നോക്കിക്കോ. കേരളത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധം, അനുബന്ധ മേഖലകൾ എന്നിവയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപവൽക്കരിച്ച സംരംഭം ഏതാണ്? ആ സംരംഭത്തിന്റെ പേരെന്താണ്? ഉത്തരം കെ സ്പേസ്. എന്താണ്? കെ സ്പേസ് ആണ് ബഹിരാകാശ സാങ്കേതികവിദ്യ, പ്രതിരോധം, അനുബന്ധ മേഖലകളുള്ള വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപവൽക്കരിച്ച സംരംഭം. അടുത്ത ചോദ്യം നോക്കിക്കോ. 56ാമത്തെ ചോദ്യമാണ്. 2025 നവംബർ 2 നവോത്ഥാന നായകൻ ഡോക്ടർ പൽപുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് ആചരിച്ചത്? 2025 നവംബർ 2 162. ഓപ്ഷൻ സി ആണ്. അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? 1863. അതേ വർഷം ജനിച്ച മറ്റൊരു നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹ സമാപനത്തിൻ്റെ എത്രാമത് വാർഷികമാണ് പൂർത്തിയാകുന്നത്? 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹ സമാപനത്തിൻ്റെ എത്രാമത് വാർഷികമാണ് പൂർത്തിയായത്? എത്രാമതാണ്? 100 വർഷം അല്ലേ. എത്രാമതാണ്? 100 വർഷം. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം സമാപിച്ചത്. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ചോദ്യം നോക്കിയാലോ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ശ്രീകണ്ഠപുരം. അത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കിയാലോ. കാഴ്ച പരിമിതിയുള്ള മുതിർന്നവർക്കായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ കാഴ്ച പരിമിതിയുള്ള മുതിർന്നവർക്ക് വേണ്ടിയിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദീപ്തി ബ്രെയില്. എത്ര ശതമാനത്തിലേറെ കാഴ്ച പരിമിതി ഉള്ളവർക്കാണ്? 40% കാഴ്ച പരിമിതി ഉള്ളവർക്കാണ്. എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ്? 20 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു
പദ്ധതിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുക. അപ്പോൾ അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് ക്രിമിനൽ സിവിൽ അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ് പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമയം. പദ്ധതിയുടെ പേരെന്താണ്? സമയം. ഏത് അതോറിറ്റിയാണ്? കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലൊക്കെ അതിവേഗ പരിഹാരത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സമയം. കിട്ടിയില്ലേ? നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നവംബറിൽ 60 ക്വസ്റ്റ്യൻസ് പഠിച്ചു. നമുക്ക് 2 ക്ലാസ് കൂടി മതിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഡിസംബറിൽ 100 കറണ്ട് അഫയേഴ്സ് പഠിച്ചു. ജനുവരിയിൽ നമ്മളൊരു 95 എന്തോ പഠിച്ചത്. ഇതിപ്പോൾ നമ്മൾ 60 കറണ്ട് അഫെയർ ആയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഡെയിലി പഠിക്കുക.